മുസ്ലിം രാജ്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സ്വീകരണം പാകിസ്ഥാനികളെ പരിഭ്രാന്തിയിലാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒമാനിൽ ലഭിച്ചത് ചരിത്രപരമായ സ്വീകരണമാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ വിദഗ്ധർ ഖമർ ചീമ പറയുന്നത്. ഒമാനിൽ മോദിക്ക് നൽകുന്ന ആതിഥേയത്വം ഇരു രാജ്യങ്ങളുടെയും പരസ്പര താൽപര്യങ്ങൾ മൂലമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യയുടെയും ഒമാന്റെയും തന്ത്രപരമായ താൽപര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ചോദ്യം. അതുകൊണ്ടാണ് എല്ലാ കാഴ്ചപ്പാടുകളും മാറിക്കൊണ്ടിരിക്കുന്നത്. ഒമാനിലെ ഇന്ത്യയുടെ താൽപര്യങ്ങൾ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഒന്ന്, സമുദ്ര കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഗൾഫ് മേഖലയിലും പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഒമാൻ ഇന്ത്യയുടെ ഒരു പ്രധാന പങ്കാളിയാണ്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ 40% ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ എക്സിറ്റ് എൻട്രി പോയിന്റുകൾ അതിനു മുകളിലാണെന്നും ഖമർ ചീമ പറഞ്ഞു. ഒമാനുമായുള്ള സഹകരണം ഇന്ത്യക്ക് നൽകുന്ന നേട്ടങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇന്ത്യയുടെയും ഒമാന്റെയും നാവികസേനകൾക്ക് പരസ്പരം സഹായിക്കാനാകുമെന്നും അത്തരമൊരു സാഹചര്യത്തെക്കുറിച്ച് ഒമാൻ ഇന്ത്യയെ മുൻകൂട്ടി അറിയിക്കാൻ കഴിയുമെന്നും ഖമർ ചീമ പറഞ്ഞു. അതിനാൽ ഒമാൻ കാവൽക്കാരാണ്. ഒമാന്റെ ദുഗം തുറമുഖം ഇന്ത്യക്ക് നിർണായകമാണ്. ചെങ്കടൽ, ആഫ്രിക്ക, അറേബ്യൻ കടൽ എന്നിവിടങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനത്തെക്കുറിച്ച് പാകിസ്ഥാൻ ആശങ്കയുണ്ട്. മുസ്ലിം രാജ്യങ്ങളുടെ ഗൾഫ് സഹകരണ കൗൺസിലിൽ ഒമാൻ ഒരു നിഷ്പക്ഷ കക്ഷിയാണെന്നും ഇസ്രയേലുമായി അടുത്ത ബന്ധമുള്ള രാജ്യമാണെന്നും ഖമർ ചീമ പറഞ്ഞു. ഇസ്രയേലുമായി ബന്ധം നിലനിർത്തുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയും തങ്ങളുടെ സാന്നിധ്യം വികസിപ്പിച്ചിട്ടുണ്ട്. ഇസ്രയേൽ എവിടെയൊക്കെ സ്വാധീനം നേടിയോ അവിടെയൊക്കെയാണ് ഇന്ത്യ പോയത്. UAE നോക്കൂ, ഒമാനിൽ നോക്കൂ. ഇസ്രയേൽ ഒരു ശക്തി സ്തംഭമാണെന്നും ഖമർ ചീമ പറഞ്ഞു. അതേസമയം ഇന്ത്യയും ഒമാനും തമ്മിലുള്ള വ്യാപാരത്തിന് നിരവധി സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുണ്ട്. ഒമാനിലെ പുരാവസ്തു ഗവേഷണങ്ങൾ BC 3-ാം നൂറ്റാണ്ടിലെ ക്ലാസിക്കൽ യുഗത്തിലെ ഇന്ത്യ ഒമാൻ വ്യാപാരം തെളിയിക്കുന്ന തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് ഗുജറാത്ത് വഴി ഇന്ത്യക്കാരുമായും മലബാർ തീരത്ത് തമിഴകവുമായും ഒമാൻ ബന്ധം പുലർത്തി. 1957 ഓഗസ്റ്റിൽ ലോക്സഭയിലെ ഒരു ചർച്ചയ്ക്കിടെ ഒമാനിലെ ബ്രിട്ടീഷ് സായുധ സേനയുടെ ഇടപെടലിനെ കുറിച്ച് ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഒമാനിലെ ഇമാമിന്റെ ചില പ്രതിനിധികളിൽ നിന്ന് പരോക്ഷമായ ഒരു സന്ദേശം ഞങ്ങൾക്ക് ലഭിച്ചു. ഒമാനിൽ നടന്ന സൈനിക നടപടിയെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്ത്യ ഗവൺമെന്റ് ആശങ്കയോടെയാണ് വീക്ഷിച്ചത്. ഈ നടപടിയെക്കുറിച്ചുള്ള ആശങ്ക യുണൈറ്റഡ് കിങ്ഡം ഗവൺമെന്റിനോട് പ്രകടിപ്പിക്കുകയും ഇന്ത്യയിലെ പൊതുജന വികാരങ്ങൾ അവരെ അറിയിക്കുകയും ചെയ്തു. ഇന്നത്തെ പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിനുമേൽ ഒമാൻ സുൽത്താനേറ്റിന് പരമാധികാരമുണ്ടായിരുന്നു. 1958 ആ വർഷം സെപ്റ്റംബറിൽ പാകിസ്ഥാൻ 3 ബില്യൺ പൗണ്ട്, അതിന്റെ പകുതി തുക എന്ന് പറയുന്നത് നൽകി എൻക്ലേവ് വാങ്ങി. അങ്ങനെ 200 വർഷത്തിലേറെ നീണ്ടുനിന്ന ഒമാനി നിയന്ത്രണം അവസാനിച്ചു. അതിനു മുമ്പ് അതൊരു പഴയ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.